നമുക്കൊന്ന് പാലക്കാട്ടേക്ക് പോകാം. അവിടെ ചെറിയ രീതിയിലുള്ളൊരു പ്രതിഷേധമുണ്ട്. പോലീസുകാർ അവിടെ പ്രതിഷേധിക്കുന്ന BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വന്നാൽ തടയും എന്നാണ് BJP പ്രവർത്തകർ പറഞ്ഞത്. രാവിലെ മുതൽ തന്നെ MLA ഓഫീസിന് പുറത്ത് ഇപ്പോൾ BJP പ്രവർത്തകരുണ്ടായിരുന്നു. BJP പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇക്ബാലുണ്ട്. ഇക്ബാൽ, അവിടെ എത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണോ? പക്ഷേ BJP പ്രവർത്തകർ സമാധാനമായിട്ടാണല്ലോ അവിടെ സംഘടിച്ചിരുന്നത്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ലെന്ന് തോന്നുന്നു, അല്ലേ? അരുൺകുമാർ, ഏകദേശം 4 മണി മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പാലക്കാട്ടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് BJP പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 7 മണിയോടുകൂടി തന്നെ രാഹുലിന്റെ MLA ഓഫീസിന് മുന്നിൽ ഉപരോധം ആരംഭിച്ചു. അല്പസമയം മുമ്പ് രാഹുലിന്റെ MLA ഓഫീസ് താഴിട്ട് പൂട്ടാൻ BJP പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് പോലീസ് എത്തി ഈ പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്നും പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇത് പ്രവർത്തകർ തടയുന്നു. പിന്നാലെ പോലീസും BJP പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. ഏതാനും പ്രവർത്തകരെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇപ്പോൾ കൂടുതൽ BJP പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. രാഹുലെ പാലക്കാട് കാലുകുത്തിക്കാൻ അനുവദിക്കില്ല. ഒരിക്കലും രാഹുൽ പാലക്കാട് എത്തുന്നത് അംഗീകരിക്കില്ല. CPM ഉൾപ്പെടെ തടയില്ല എന്ന് പറയുമ്പോൾ BJPക്ക് അത്തരത്തിൽ നോക്കി നിൽക്കാൻ കഴിയില്ല. BJP രാഹുലിനെ തടയും. രാഹുലിനെ പാലക്കാടിന് വേണ്ട എന്നുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈ പ്രതിഷേധം തുടർന്നത്. പ്രതിഷേധത്തിനിടയിൽ BJPയുടെ നേതാക്കൾ രാഹുലിന്റെ ഓഫീസ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചതിന് പിന്നാലെ പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് BJPയുടെ നേതാക്കൾ, ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷൺമുഖൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. BJP പ്രവർത്തകർ രാഹുലിന്റെ MLA ഓഫീസ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിന് പിന്നാലെ ഇപ്പോൾ BJPയുടെ മുഴുവൻ പ്രവർത്തകരെയും പ്രതിഷേധക്കാരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഏതാനും പ്രവർത്തകരെ ഇപ്പോൾ പോലീസിനെ ഈ ബസ്സിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലുമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. സമരം പോലെയാണ്. യാതൊരു പാലക്കാട് ഏത് മൂലയിലൂടെ കാലുകുത്താനും രാഹുലിനെ പ്രതിരോധിക്കും. അതിശക്തമായിട്ടുള്ള പ്രതിരോധം തന്നെയാണ്. ഇതാണ് അരുൺകുമാർ. ആ BJP പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇപ്പോൾ കൂടുതൽ BJP നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഓഫീസ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവരെയും ഇവിടെ നിന്ന് മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ തടുക്കുമെന്നുള്ളത് നേരത്തെ ഞങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മളെല്ലാ മാധ്യമങ്ങളിലൂടെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ രാവിലെ 4 മണി മുതൽ തന്നെ BJP പ്രവർത്തകർ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തടയുമെന്നാണ് അവർ പറയുന്നത്. ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും ബാക്കി പ്രവർത്തകർ ഇറങ്ങി തടയും എന്നാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്. പാലക്കാട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങുന്നത് അത്ര ഗുണകരമാകുമോ എന്നറിയില്ല. കാര്യം എന്തായാലും ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാവും. സമാധാനപരമായിട്ടാണ് ഇതുവരെ അവർ സംഘടിച്ചു നിന്നത്. പിന്നീട് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സാധ്യത കുറയുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ,